Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal. വിളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ലാബ് പ്രവർത്തനം തുടങ്ങി. VK ശ്രീകണ്ഠൻ MP ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിളയൂർ സബ് സെന്ററിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനും തുടക്കമിട്ടു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സജ്ജമാക്കിയ മെഡിക്കൽ ലാബാണ് തുറന്നു കൊടുത്തത്. ഇതോടൊപ്പം വിളയൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിനായുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കും തുടക്കം കുറിച്ചു. VK ശ്രീകണ്ഠൻ MP ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലയിലെ പുതിയ മാറ്റങ്ങൾ, വൈദ്യശാസ്ത്ര രംഗത്തിലുണ്ടായിട്ടുള്ള പുരോഗതി, അതും കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് സൗജന്യ നിരക്ക് പാവപ്പെട്ടവർക്കും കിട്ടാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നു. ആരോഗ്യരംഗമായതുകൊണ്ട് വളരെ സെൻസിറ്റീവാണ്. ഇപ്പൊ നമ്മുടെ പ്രൈമറി സബ് സെന്ററുകൾ തൊട്ട്, പ്രൈമറി ഹെൽത്ത് സെന്റർ തൊട്ട്, ഫാമിലി ഹെൽത്ത് സെന്റർ തൊട്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തൊട്ട്, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജുകൾ, വിപുലമായ ശൃംഖലയാണ് ഇന്ത്യയിൽ തന്നെ വളരെ മാതൃകമായി പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ളത്. നമുക്കറിയാം, ആകെ 5 മെഡിക്കൽ കോളേജുകൾ, കുറെ വർഷങ്ങളായിട്ട് 5 മെഡിക്കൽ കോളേജാണ് കേരളത്തിലുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് എല്ലാ ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് വിഭാവനം ചെയ്ത് പ്രവർത്തിച്ചു. 5 എന്നുള്ളത് 10 വർദ്ധിച്ചു. ഇപ്പോഴും 4 അത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 14 10 ജില്ലയിലും മെഡിക്കൽ കോളേജുള്ള ഒരു അപൂർവം സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. മറ്റു പല സ്റ്റേറ്റിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും പ്രൈവറ്റ് ഹോസ്പിറ്റലും നമ്മളെക്കാൾ മികച്ച രീതിയിലുണ്ട്, ഇല്ലെന്നല്ല. അത്യാധുനിക ചികിത്സ, അത് ഏറ്റവും നല്ല ലോക നിലവാരത്തിൽ കിട്ടുന്ന ആശുപത്രികൾ കേരളത്തിലുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനം ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് എന്താ? ആരോഗ്യ മേഖലയ്ക്ക്. രണ്ടാമത് വിദ്യാഭ്യാസ മേഖല. ഈ രണ്ടും നമ്മുടെ നിത്യജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ടത്. പഞ്ചായത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള കെട്ടിടത്തിന് തുക വകയിരുത്തുമെന്ന് VK ശ്രീകണ്ഠൻ MP യോഗത്തിൽ അറിയിച്ചു. അപ്പോൾ എന്തായാലും അടുത്ത സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ഈ വിളയൂര് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെട്ടിടം MP ഫണ്ട് ചെലവഴിച്ച് നിർമ്മിക്കുമെന്ന് അറിയിക്കുക. നമുക്ക് എത്ര ചെലവഴിച്ചാലും നിർമ്മിച്ചാലും തീരില്ല. ആരോഗ്യരംഗം അത്രയേറെ വിപുലമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീരടി സുധാകരൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുർബഷീറ സാബിർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ വിളയൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫരീദ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഹുസൈൻ കണ്ടേങ്കാവ്, MT അമീർ, ചൈതന്യ സുധീർ, VM മുസ്തഫ, MK ബേബി ഗിരിജ, ഡോക്ടർ റോഷൻ അബ്ബൂബക്കർ, സെക്രട്ടറി BS ശ്രീലേഖ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു.